ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് കുറച്ച് അയലയും അതുപോലെ നെത്തോലും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിതൊന്ന് കറി വെക്കാം. അപ്പം ഞാൻ ഓൾറെഡി നെത്തോല് വാങ്ങിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഏട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏട്ടനോട് സഹായിച്ചാൽ മാത്രം വാങ്ങിച്ചാൽ മതിയെന്ന്. അങ്ങനെ ഞാനും ഏട്ടനോട് നെത്തോലി അയലെല്ലാം വൃത്തിയാക്കി കേട്ടോ. ഏട്ടൻ നെത്തോലി മുക്കാൽ ഭാഗം ഏട്ടനാണ് കേട്ടോ വൃത്തിയാക്കി തന്നത്. ബാക്കി അയല ഞാനും ഇങ്ങോട്ട് സഹായിച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് സഹായിച്ച് ഞങ്ങളതെല്ലാം വൃത്തിയാക്കി എടുത്തു. എനിക്കാണെങ്കിൽ അങ്ങനെ ഈ നെത്തോലി ഇഷ്ടമല്ലാത്തൊരു മീനായിരുന്നു കേട്ടോ. മീൻ ഇപ്പോഴും കറി വെച്ച ഇഷ്ടമല്ല. പക്ഷേ ഞാനൊരു പ്രാവശ്യം ഇതുപോലെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് എനിക്കിങ്ങനെ ചട്ടിച്ചോറ് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു അടുത്ത് പോയിട്ടുണ്ടായിരുന്നു. കൽപ്പറ്റയിലാണ് കേട്ടോ, ഹോസ്പിറ്റലിൻ്റെ അടുത്താണ്. ആ ചട്ടിച്ചോറിനകത്തൊക്കെ നിറയെ വിഭവങ്ങളുണ്ടായിരുന്നു കേട്ടോ. കുറേ മീൻ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. അതിനകത്ത് ഈ സംഭവം ഉണ്ടായിരുന്നു കേട്ടോ, നെത്തോലി. അപ്പോൾ ഈ നെത്തോലി ആണെങ്കിൽ എനിക്ക് നേരത്തെ മുതലേ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ഏട്ടൻ അതെല്ലാം പറക്കി കൊടുത്തു. അതിനകത്ത് ഒരു നെത്തോലി കഷ്ണം കണ്ട് കിടന്നു കേട്ടോ. ഫ്രൈ ചെയ്തതായിരുന്നു. അപ്പോൾ ഒരെണ്ണം കണ്ട് കിടന്ന് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പം നല്ല ടേസ്റ്റ് ഉണ്ട്. വെറുതെ ഒന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ടേസ്റ്റ് ചെയ്തപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാനതിൻ്റെ ആ ഒരു ടേസ്റ്റ് വെച്ചിട്ട് നമ്മളിങ്ങനെ വിചാരിക്കുമല്ലോ, നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നെത്തോലി കിട്ടി. അപ്പം അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കി കേട്ടോ. ഇതിനകത്ത് പ്രത്യേകിച്ച് പൊടികളൊന്നും ഇല്ല. മഞ്ഞപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഉപ്പും മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർക്കേണ്ടവർക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കാം. പക്ഷേ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് അങ്ങ് വേറെ ആയി പോകുമല്ലോ. അപ്പോൾ നമ്മൾ ആ റെസ്റ്റോറൻറ്റിൽ കിട്ടിയ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അതും ചേർത്തിട്ടില്ല. പിന്നെ കറിവേപ്പിലൊക്കെ ചേർക്കേണ്ടവർ ചേർക്കാം കേട്ടോ. കറിവേപ്പില നമുക്കില്ലാത്തതുകൊണ്ടാണ് നമ്മളതൊന്നും ചേർക്കാൻ. അപ്പോൾ അത്രയും ഒന്ന് ചേർത്തിട്ട് ഒരു 10-15 മിനിറ്റ് ഞാനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നല്ലപോലെ ഒന്ന് പിടിക്കട്ടെ. എന്നിട്ട് ഇതുപോലെ ഒരു പാൻ ചൂടാക്കി അതിനകത്ത് ആവശ്യത്തിന് വെളിച്ചെണ്ണ, ആവശ്യത്തിന് അധികം വെളിച്ചെണ്ണ എത്ര വേണമെങ്കിലും ഒഴിക്കുക. ഞാൻ ഇവിടെ ഒരുപാട് വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചിട്ടില്ല, എന്നാലും ആവശ്യത്തിന് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്ത് ഇതുപോലെ നമ്മുടെ ആ ഒരു തവയ്ക്ക് എന്തോ ഒരു ഏറ്റക്കുറച്ചിലുള്ളതുകൊണ്ടാണ് ആ വെളിച്ചെണ്ണ എല്ലാം സൈഡിൽ പോയി കിടക്കുന്നത്. എന്തായാലും നമുക്ക് മൂത്തിട്ടാൽ മതിയല്ലോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് നിരത്തി കൊടുക്കുക. എന്നൊന്ന് വേവണമല്ലോ. വേവാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് അടച്ചു കൊടുത്തൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അടച്ചു കൊടുത്തിട്ട് ഞാൻ നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം നമുക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ആ ഒരു നെത്തോലിയുടെ ടേസ്റ്റ് കറി വെച്ചാൽ ഇപ്പോഴും എനിക്കിഷ്ടമല്ല ആ നെത്തോലി ടേസ്റ്റ് കേട്ടോ. പക്ഷേ ഈ സംഭവം ഇങ്ങനെ വറുത്ത് പൊരിച്ച് നല്ല ക്രിസ്പി ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഉള്ള ടേസ്റ്റ് ഉണ്ടല്ലോ, അത് വേറെ ലെവലാണ് ഗീസ്. നല്ല എനിക്കിഷ്ടമാണ് കേട്ടോ, ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളിങ്ങനെ വെറുതെ പറക്കി തിന്നാൻ വേണ്ടിയിട്ട് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഒരു വശമൊക്കെ നല്ലപോലെ, ഒരു വശമല്ല ഫുള്ളൊന്ന് വെന്തിട്ടിട്ടുണ്ട്. ഇനി അത് മൊരിഞ്ഞിട്ടിയാൽ മാത്രം മതി. അപ്പോൾ നമുക്ക് അങ്ങോട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തിരിച്ച് മറിച്ച് ഇനിയൊന്നും അടച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. തിരിച്ച് മറിച്ച് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് മൂപ്പിച്ച് അതാ ക്രിസ്പി ആയിട്ട് ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. നമുക്ക് ചോറിന് വേറെ ഒന്നും വേണ്ട. ഇത് നെത്തോലി ഫ്രൈ മാത്രം മതി കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്, ഏട്ടനും പിള്ളേർക്കും ഒക്കെ ഇഷ്ടമാണ്. പിന്നെ നെത്തോലിയെ കഴിക്കുന്ന നല്ലതാണ്. ഞാൻ ഇവിടെ വാങ്ങിക്കാനൊന്നും സമ്മതിക്കില്ല. കാരണം വൃത്തിയാക്കൽ എന്ന് പറഞ്ഞാൽ ഒന്നാമത് നമ്മൾ വൈകുന്നേരമാണ് ഏട്ടൻ പോയിട്ട് വരുമ്പോഴാണ് ഇതൊക്കെ മീനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരിക. അപ്പം പിന്നെ വൃത്തിയാക്കൽ എന്ന് പറഞ്ഞാൽ പാതിരാത്രി കുത്തിയിരുന്ന് വൃത്തിയാക്കൽ ഭയങ്കര മെനക്കേടാണല്ലോ. പിന്നെ ഏട്ടന് കുറേ ദിവസം കൊണ്ട് പറയുന്നതുകൊണ്ടാണ് കേട്ടോ ഇന്ന് വാങ്ങിക്കാൻ പറഞ്ഞത്. അതും ഏട്ടൻ വൃത്തിയാക്കാൻ സഹായിക്കുകയാണെങ്കിൽ അങ്ങനെയാണ് വാങ്ങിച്ചത്. എന്തായാലും ഞങ്ങൾ ചോറ് കഴിക്കട്ടെ. ഞങ്ങളുടെ മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.